ആയുർസൗഖ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ സീനിയർ കൺസൾട്ടൻ്റായി കഴിഞ്ഞ 33 വർഷമായിട്ട് സേവനം ചെയ്യുന്ന ഡോക്ടറാണ്. ഞാൻ ഇന്ന് എൻ്റെ ഈ ടോപ്പിക് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു തിരുവചനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. സുവിശേഷത്തിലെ പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 15:26 തിരുവചനമാണ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എക്സീമ എന്ന് പറയും. എക്സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കരപ്പൻ എന്ന് പറയും. കരപ്പൻ ഇന്ന് സാധാരണ പലരെയും അലട്ടുന്നൊരു പ്രശ്നമാണിത്. കരപ്പൻ, പ്രത്യേകിച്ച് കരപ്പൻ ആർക്കാണ് കാണുന്നത്? കുട്ടികൾക്കാണ് കൂടുതൽ കരപ്പൻ കാണുന്നത്. പിന്നെ ഈ നമ്മുടെ ആയുർവേദത്തിൽ ഇതിനെ നമ്മൾ പറയുമ്പോൾ വിചർച്ചിക എന്നുള്ള ഒരു ത്വക്ക് രോഗമായിട്ടാണ് നമ്മൾ ഇതിനെ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ത്വക്ക് രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചില ത്വക്ക് രോഗങ്ങൾ നന്നായിട്ട് പഴുത്ത് പൊട്ടി വെള്ളം വരുന്ന ത്വക്ക് രോഗങ്ങളാണ്. ചില ത്വക്ക് രോഗങ്ങൾ ചർമ്മം വരണ്ടിരിക്കുന്ന ത്വക്ക് രോഗങ്ങളാണ്. ഈ ത്വക്ക് രോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുത്ത് പൊട്ടി വെള്ളം വരുന്നു. ഇതിനെ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നും നമ്മൾ പറയുന്നു. ഇനിയും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സീമ എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും അത് ഗ്രീക്ക് ഒരു വാക്കാണ്. തിളച്ചു മറിയുക എന്നാണ് അർത്ഥം. അപ്പോൾ തിളച്ചു മറിയുക എന്നുള്ള ആ എക്സീമ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ അസുഖം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ രോഗം പകരുന്നതല്ല. ഈ രോഗത്തിൽ പഴുപ്പ് ഉണ്ടാകും, കുമിളകൾ വന്ന് പഴുത്ത് പൊട്ടി കറുപ്പ് നിറത്തോടുകൂടിയ ചുവന്ന നിറങ്ങളുണ്ടായി കാലക്രമത്തിൽ തൊലി വിണ്ടുകീറി പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഇതുണ്ടാവുന്നത്. ഇത് സാധാരണ 10 പേരിൽ ഒരാൾക്കെന്നുള്ള രീതിയിൽ ഇതിൻ്റെ കണക്കിന് ഈ രോഗം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ്, പുളി, മസാല ഇവയുടെ അത്യുപയോഗം ഇതിനൊരു കാരണമാണ്. ചില ചായങ്ങൾ, കെമിക്കൽസ്, ആൻറ്റിസെപ്റ്റിക്കുകൾ ഇതുമായിട്ടുള്ള കോണ്ടാക്റ്റ്, ചില ചെടികളുമായിട്ടുള്ള കോണ്ടാക്റ്റ്, ചില അലർജി ഉണ്ടാക്കുന്ന ചെടികളുമായിട്ടുള്ള ഇപ്പോൾ ചില പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എക്സീമ കാണുന്നുണ്ട്. അക്വേഷ്യ മരത്തിൻ്റെ പൂമ്പൊടി അവർ അതിൻ്റെ പൂക്കണ സമയമാകുമ്പോൾ അത് ഇങ്ങനെ എല്ലായിടത്തും വീണിട്ട് ചില രോഗികൾക്ക് ഈ എക്സീമ ഉണ്ടാകാറുണ്ട്. മലബന്ധം, അതുപോലെ പാരമ്പര്യമായിട്ട് ഇത് കാണാറുണ്ട്. അമിത വണ്ണമുള്ളവരിൽ ഈ രോഗം കാണാറുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ അതുമൂലം ഈ രോഗം ചിലർക്കും ഉണ്ടാകുന്നു. ഒരു പ്രധാനപ്പെട്ട കാരണം മാനസിക സമ്മർദ്ദമാണ്. അപ്പോൾ മേൽ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെൻ്റൽ സ്ട്രെസ്സ് ഈ റോഗത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ സ്റ്റേജസ് ഓഫ് എക്സീമ എന്ന് പറയുന്നത് എക്യൂട്ട് സ്റ്റേജ്, അതായത് പഴുത്ത് പൊട്ടി പെട്ടെന്ന് ചലം വന്ന് ഭയങ്കര ഇൻഫെക്ഷനായിട്ട് വരുന്നതാണ് എക്യൂട്ട് എക്സീമ. സബക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട ചർമ്മം തൊലി പൊളിഞ്ഞു പോകുന്നതാണ് സബക്യൂട്ട്. ഇനി ക്രോണിക് എക്സീമ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ നമ്മുടെ ചർമ്മം വളരെ കട്ടിയുള്ള ചർമ്മമായിട്ട് അത് പരുപരുക്കനായിട്ട് ഭയങ്കര കട്ടി ചർമ്മമായിട്ട് ഹാർഡ് സ്കിന്നായിട്ട് വരുന്നതാണ് ഈ ക്രോണിക് എക്സീമ എന്ന് പറയുന്നത്. പിന്നെ ഈ എക്സീമ തന്നെ അതിൻ്റെ പുറമേയുള്ള കാരണങ്ങൾ കൊണ്ട് എക്സീമ ഉണ്ടാവും, ഉള്ളിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഇനി പുറമേയുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന എക്സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അതായത് ചിലതരം റബ്ബർ ചെരുപ്പ്, അത് നിക്കൽ, ചിലതരം കെമിക്കൽസുമായിട്ടുള്ള കീടനാശിനികളുമായിട്ടുള്ള കോണ്ടാക്റ്റ് മൂലം ഉണ്ടാകുന്നതാണ്. അത് സ്നേഹഗ്രന്ഥികൾ കൂടുതലുള്ള കക്ഷം, തുടയെടുക്ക്, നമ്മുടെ പുറം ഭാഗം, മൂക്കിൻ്റെ വശങ്ങൾ, ചെവിയുടെ പുറക് ഇവിടെയൊക്കെയാണ് അത് വട്ടത്തിൽ ചൊറിഞ്ഞ് പൊട്ടി പഴുപ്പുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഇനി ഫോട്ടോ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് സൂര്യാഘാതം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ തട്ടി അതുകൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം പഴുത്ത് പൊട്ടി ഉണ്ടാവുന്നതാണ് കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. അത് കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് ശേഷം ഉണ്ടാകുന്നതാണ് ഫോട്ടോ ഡെർമറ്റൈറ്റിസ്. ആ ഫോട്ടോ ഡെർമറ്റൈറ്റിസാണ് സൂര്യാഘാതം കൊണ്ടുണ്ടാകുന്നത്. ഇനി ഇൻഫെക്റ്റീവ് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ഇൻഫെക്റ്റീവ് ഡെർമറ്റൈറ്റിസ്.
ഇനി ഉള്ളിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നത് തന്നെയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ അത് അസ്റ്റിയോട്ടോട്ടിക് എക്സിമ എന്ന് പറയുന്നു. അസ്റ്റിയോട്ടോട്ടിക് എക്സിമ എന്താണ്? അസ്റ്റിയോട്ടോട്ടിക് എക്സിമ വരണ്ട ചർമ്മമുള്ളവരിൽ കാലുകളിൽ പാടുകളായിട്ട് കാണുന്നതാണ്, വട്ടത്തിൽ പാടുകളായിട്ട് കാണുക അസ്റ്റിയോട്ടോട്ടിക് എക്സിമ. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾക്ക് കാണുന്നത് ഈ വേർപ്പടിക്കുന്ന എണ്ണമയുള്ള വശങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നതാണ് നമ്മുടെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതും കൂടുതൽ ഈ ഈർപ്പമുള്ള നനവുള്ള അല്ലെങ്കിൽ എണ്ണമയുള്ള വശങ്ങളിലാണ് കൂടുതലായിട്ടിത് കാണുന്നത്, സെബോറിക് ഡെർമറ്റൈറ്റിസ്. അടുത്തത് നമ്മൾ പറയണത് നമ്മുടെ വെരിക്കോസ് എക്സീമയാണ്. വെരിക്കോസ് എക്സീമ എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ്റെ ഒബ്സ്ട്രക്ഷൻ മൂലം, അതായത് വെരിക്കോസ് വെയിൻ ഉള്ളതുകൊണ്ട് നമ്മുടെ രക്തചംക്രമണം തടയപ്പെട്ടിട്ട് അങ്ങനെ ഉണ്ടാവുന്നതാണ് വെരിക്കോസ് എക്സീമ. ഈ നമ്മുടെ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവുന്നത് ശരീരത്തിലും ശിരോചർമ്മത്തിലുമാണത് കാണുന്നത്, അതാണ് വ്യത്യാസം. ഇത് വെരിക്കോസ് എക്സീമ കാണുന്നത് പ്രധാനമായിട്ടും കാലുകളിലാണ് കാണുന്നത്, വെരിക്കോസ് വെയിനുള്ള ഭാഗങ്ങളിലാണ്. മറ്റേത് എട്ടോപ്പിക് എക്സിമ എന്ന് പറയുന്നത് തുമ്മൽ, മൂക്കൊലിപ്പ്, ആസ്മ ഇവയോടനുബന്ധമായിട്ട് കാണുന്ന ഒരു എക്സിമയാണ്. പിന്നെ പോംഫോലിക് എക്സിമ എന്ന് പറയുന്നത് ഈ വെള്ളം നിറച്ച മുത്തുകൾ പോലെ അത് ശരീരത്തിൽ ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ നിൽക്കും, വെള്ളം നിറഞ്ഞ ചെറിയ കുമിളകൾ പോലെ അത് പഴുത്ത് പൊട്ടി വീപ്പിംഗ് എക്സി പോലെ അതുമൊന്ന് ചലം വരുന്നു, അതാണ് പോംഫോലിക് എക്സിമ. അടുത്തത് നമ്മൾ പറയുന്നതാണ് നമ്മുലാർ എക്സിമ. നമ്മുലാർ എക്സിമ എന്ന് പറയുന്നത് ചെറിയ പാടുകളായിട്ട് അതങ്ങനെ കാണുന്നതാണ്, ഡ്രൈ സ്കിന്നും ആയിരിക്കും, പാടുകളായിട്ട് കാണുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ എക്സിമയുടെ ഡിവിഷൻസ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ടത്, അതായത് നീരൊലിപ്പ്, പഴുത്തു പൊട്ടുന്നു, നല്ല വേദനയുണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, ചർമ്മം പരുക്കനാവും, തൊലി വിണ്ടുകീറും, പിന്നെ നല്ല ഹാർഡ് സ്കിന്നായിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ ബയോപ്സി ചെയ്യാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, ഇതൊക്കെ ഇതിൻ്റെ സാധാരണ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ പറയുന്നത് കൗമാരക്കാരിൽ, കുട്ടികളിൽ ഒക്കെ ഉള്ളതാണ്. സാധാരണ രീതിയിൽ അവർക്കാണ് കൂടുതൽ ഇതുണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതൽ. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ സ്ട്രെസ് ഡിസോർഡേഴ്സ്, സ്കിൻ ഡിസോർഡേഴ്സ്, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ആസ്മ, ഹെവി ഫീവർ, ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസായിട്ട് സാധാരണ രീതിയിൽ കാണുന്നത്. ഇനിയും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്നത് പടോലാതി കഷായം, തിക്തം കഷായം, അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് നമ്മൾ മഞ്ചിഷ്ടാദി കഷായം, കുറച്ച് ക്രോണിക് സ്റ്റേജിൽ നമ്മൾ മഞ്ചിഷ്ടാദി കഷായം കൊടുക്കും, ഖദിരാരിഷ്ടം, ആരംഗുദാരിഷ്ടം, അഭയാരിഷ്ടം കൊടുക്കും, അലേറിൻ ടാബ് നമ്മൾ കൊടുക്കും, അതുപോലെ തന്നെ സ്കിമ്യൂൺ ജെല്ല് കൊടുക്കും പെരട്ടാനായിട്ട്, 6C ഓയിൻമെൻറ്റ് കൊടുക്കും, കട്ട്ഫാർ ഓയിൻമെൻറ്റ് ചില കേസുകളിൽ ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഗുലുമരിജാതി തൈലം, ദെൻ പിന്നീട് കൊടുക്കുന്നതാണ് ഏലാദി വെളിച്ചെണ്ണ, സ്പെഷ്യൽ മധുസ്നിഹി ലേഹ്യം ഒരു നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ടത് അട്ടേനെ പിടിപ്പിക്കും. നമ്മൾ വെരിക്കോസ് എക്സിമയിൽ പ്രത്യേകിച്ച് ജളൂകാവചരണം, നല്ല ശുദ്ധജലത്തിലുള്ള അട്ടേനെ പിടിച്ചിട്ട് ആ അട്ടേനെ നമ്മൾ ശുദ്ധജലത്തിൽ മഞ്ഞളിലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് അട്ടേനെ പിടിപ്പിക്കും. എവിടെയാണോ നമുക്ക് ഈ അത് ഒന്ന് പഴുപ്പ് ഒതുങ്ങിയതിന് ശേഷം, ഇൻഫെക്ഷൻ കുറഞ്ഞതിന് ശേഷം വേണം ജളൂകാവചരണം ചെയ്യാനായിട്ട് അട്ടേനെ പിടിപ്പിക്കൽ. എന്നിട്ട് അട്ടയെ കടിപ്പിച്ചതിന് ശേഷം അട്ടേനെ വീണ്ടും മഞ്ഞൾ വെള്ളത്തിൽ ശുദ്ധജലത്തിലേക്ക് മാറ്റിയിട്ട് അട്ടേനെ ക്ലീൻ ചെയ്ത് നമ്മൾ എടുക്കണം. ഇതാണ് നമ്മുടെ ജളൂകാവചരണം. ഇത് നല്ല ഡ്രൈ ആയി എക്സിമ വന്നു, അത് നല്ലോണം ഉണങ്ങി ഡ്രൈ ആയെങ്കിൽ ആ നിറവ്യത്യാസമൊക്കെ പോവാനും ചൊറിച്ചിൽ കുറയാനും ഒക്കെ ആയിട്ട് നമ്മൾ പ്രച്ഛാനം എന്ന് പറയും. അത് കൂർത്ത സൂചികൾ കൊണ്ട് അങ്ങനെ കെട്ടിക്കിടക്കുന്ന അശുദ്ധ രക്തത്തെ നമ്മൾ കുത്തി കളയുന്ന ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റാണ് പ്രച്ഛാനം എന്ന് പറയുന്നത്. അത് പല രോഗികളിലും ഒരുപാട് ഇഫക്റ്റ് കണ്ടിട്ടുണ്ട്. ആരംഭത്തിലെ പ്രിലിമിനറി സ്റ്റേജിൽ തുടക്കത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള, അതായത് ഈ എന്തെന്നാ പറയണ, ആമത്തെ നശിപ്പിക്കുന്നതും ജ്വരത്തെ ശമിപ്പിക്കുന്നതുമായിട്ടുള്ള പുനർനവാദി കഷായവും ചില കേസിൽ അമൃതോത്തരം കഷായമൊക്കെ ചേർത്ത് കൊടുക്കണം.
അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഇൻഫെക്ഷൻ ഒന്ന് കുറച്ചതിന് ശേഷമാണ് നമ്മൾ പ്രച്ഛാനമായാലും ജളൂകാവചരണമായാലും നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലേറ്ററോൺ ചില ലേപനങ്ങൾ, ധാരകൾ, ത്രിഫല കഷായം കൊണ്ട് കഴുകാം. ഇപ്പം അങ്ങനെ പച്ചമഞ്ഞളും ആര്യവും ഇപ്പോൾ ഒക്കെ അരച്ചിടാം. അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇതിൻ്റെ പഥ്യാപഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറികൾ, പിന്നെ കുമ്പളങ്ങ, മത്തങ്ങ, അങ്ങനെയൊക്കെയുള്ള ചെറുപയർ, പിന്നെ ബാർലി, ഗോതമ്പ്, പിന്നെ നെല്ലിക്ക, പിന്നെ അധികം ഷുഗറില്ലാത്ത നമ്മളെ പഴവർഗ്ഗങ്ങൾ, പോംഗ്രാനൈറ്റ്, അതൊക്കെ ഇതിന് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട് പറയണത് നമ്മുടെ നെല്ലിക്ക ഒരു പ്രധാനപ്പെട്ട കണ്ടൻറ്റാണ്, നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ മിതമായിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റ് അതിന് കൊടുക്കണം. അപഥ്യം എന്ന് പറയണത് നമ്മളൊരു കാരണവശാലും മത്സ്യം, മാംസം, മുട്ട ഇത് കഴിക്കരുത്. അതുപോലെ ഹൈ കാർബോഹൈഡ്രേറ്റുള്ള ഫുഡുകളും ഇതിന് വിരോധമായിട്ടാണ് പറയണത്. അതുപോലെ നമ്മുടെ എരിവ്, പുളി, മസാലകൾ, ഇതൊക്കെ നിശ്ചയമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉപേക്ഷിക്കണം. അതുപോലെ രാത്രി ഉറക്കൊളിക്കരുത്, പകൽ കിടന്ന് ഉറങ്ങരുത്. പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വീണ്ടും ദഹിക്കുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കരുത്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ അഡ്വൈസ് ചെയ്യുന്ന പഥ്യാപഥ്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ എരിവ്, പുളി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഫ്രൈഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഇതൊക്കെ നമ്മൾ നിശ്ചയമായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ്. ഇനി നമ്മളിതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയണത് നമ്മൾ എല്ലാ ദിവസവും കുളിക്കണം, പിന്നെ എണ്ണ തേച്ച് കുളിക്കണം, മീഡിയമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് അലക്കി തേച്ച് ഉപയോഗിക്കണം. പിന്നെ ചൂടുവെള്ളം കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്, ഫ്രഷായിട്ട് ഉണങ്ങിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കണം. സിന്തറ്റിക് സോപ്പുകൾ, വസ്ത്രങ്ങൾ, കെമിക്കൽസ് അടങ്ങിയ ഓവർ സോപ്പുകൾ, ഷാംപൂസ്, ഇതിൻ്റെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ നന്നായിട്ട് ഒഴിവാക്കണം. പിന്നെ നമ്മൾ ഒറ്റമൂലിയായിട്ട് പറയുന്നത് ഈ ആപ്പിൾ സിഡാർ വിനീഗർ വെള്ളം ചേർത്തിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ പ്യുവർ വെളിച്ചെണ്ണ ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇത് ഒരുപാട് ഗുണം ചെയ്യും എക്സിമ ഉള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സ്ട്രെസ്സ് ഒഴിവാക്കണം, മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കണം. എനിക്കൊരു കേസ് അറിയാം, അവർ പഠിക്കുന്ന കാലം തുടങ്ങിയിട്ട് അവർക്ക് മെൻ്റൽ സ്ട്രെസ്, ഈ എക്സിമ തുടങ്ങിയേക്കണതാണ്. അത് വർഷങ്ങളായിട്ട് അങ്ങനെ എക്സിമയുണ്ട്. അതെന്തെങ്കിലും ഒരു സ്ട്രെസ്സ് അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കാല് പൊട്ടിപ്പഴുത്ത് വെള്ളം വരും. അത് കഴിഞ്ഞ് അത് കുറച്ച് നാൾ മരുന്നൊക്കെ ചെയ്തിട്ട് അത് കുറയും. അത് കുറേ നാൾ ഒരു പ്രച്ഛാനമൊക്കെ ചെയ്ത് ഒരു 50 വയസ്സായപ്പോൾ ആ എക്സിമ അവരുടെ കൺട്രോളായി. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് തല പൊതിച്ചൽ, തക്രധാര, അങ്ങനെയുള്ള അഡ്മിറ്റഡ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ, വിരേചനം, വയറിളക്കണം, അതിൽ ത്രിവിധലേഹമൊക്കെ കൊടുക്കാം. അത് ശോധന നന്നായിട്ട് കിട്ടണം ഈ അസുഖത്തിൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മളിതിന് കൊടുക്കുന്ന റെസിപ്പീസും അതിന് കൊടുക്കുന്ന പഥ്യാപഥ്യങ്ങളും. കരപ്പനും ആസ്മയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ളൊരു കണ്ടീഷനിൽ അതിൽ ഈ ചൊറിച്ചിൽ, തുമ്മൽ, മൂക്കൊലിപ്പ്, ആസ്മ, അതിനോട് ചേർന്നിട്ട് ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പറയുന്നത് എക്സിമ പോലത്തെ കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ എക്സിമ ഉള്ളവർക്ക് പലർക്കും ആസ്മ കാണുന്നുണ്ട്. അപ്പോൾ അത് തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കരപ്പൻ പകരുന്ന ത്വക്ക് രോഗമാണോ ഡോക്ടർ? എക്സിമ സാധാരണ പകരുന്നൊരു ത്വക്ക് രോഗമല്ല. എക്സിമ പകരില്ല, നീരൊലിപ്പുണ്ട്, വെള്ളം പൊട്ടി ഒഴുകുന്നല്ലാണ്ട് അത് പകരുന്ന ത്വക്ക് രോഗമല്ല. എക്സിമ സാധാരണയായിട്ട് കുട്ടികളിലാണ് കാണുന്നത്. പിന്നെ വളരെ ചുരുക്കം ചില കേസുകളിൽ പ്രായമുള്ളവരിലും അത് കണ്ടുവരുന്നുണ്ട്. കരപ്പന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് എക്സിമയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സിന്തറ്റിക് ഡ്രസ്സുകളുടെ പ്രയോഗം, അത് ധരിക്കൽ, നമ്മൾ കോട്ടൺ ഡ്രസ്സുകൾ നമ്മൾ ധരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഷാംപൂ, സോപ്പ്, ഇതൊക്കെ ഉള്ള കൂടുതൽ കെമിക്കൽസ് ഉള്ള ഈ വക സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ക്രീംസ്, ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പാലുൽപ്പന്നങ്ങൾ പ്രധാനപ്പെട്ടത്. പിന്നെ നമ്മൾ ഫ്രൈഡായിട്ടുള്ള സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡുകൾ, പിന്നെ ഇറച്ചി, മീൻ, മുട്ട, ഇത്, പിന്നെ എരിവ്, പുളി, മസാലകൾ, പിന്നെ നല്ല പുളിയുള്ള നാരങ്ങ, അതുപോലെ നല്ല പുളിയുള്ള തൈര്, ഇതൊക്കെ നല്ല പുളിയുള്ള എല്ലാ സാധനങ്ങളും ഈ എക്സിമയുള്ള രോഗികൾ നന്നായിട്ട് വർജിച്ചിരിക്കണം.
പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞില്ലേ ഇതിൻ്റെ 2 നേരവും കുളിക്കുക എന്നുള്ളൊരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടയ്ക്ക് സ്കിന്ന് ഡ്രൈ ആകാത്ത രീതിയിൽ നമ്മൾ ഇടയ്ക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിക്കേറ്റഡ് എണ്ണകൾ നമ്മൾ ഡ്രൈ ആകാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ഒരു മിതമായ വ്യായാമം, മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക എന്നുള്ളതും ഈ രോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഈ എക്സിമയെക്കുറിച്ച് അല്ലെങ്കിൽ കരപ്പനെക്കുറിച്ച് അല്ലെങ്കിൽ ആയുർവേദത്തിൽ വിചർച്ചിക എന്ന് പറയും, അതിൻ്റെ കാരണങ്ങൾ, അതെന്താണ്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ റിസ്ക് ഫാക്ടർ, അതിൻ്റെ കോംപ്ലിക്കേഷൻ, അതിൻ്റെ ചികിത്സകൾ, ഒറ്റമൂലികൾ, പഥ്യാപഥ്യങ്ങൾ, പ്രിവെൻഷൻ, പിന്നെ ഇത് ആരിലൊക്കെയാണ് കാണുന്നത്, എല്ലാത്തിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ഇത് പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകാം, ഇത് ഏത് കാലാവസ്ഥയിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഇത് ഈർപ്പമുള്ള, അതായത് നമ്മൾ ഈ എക്സ്ട്രീം ഉള്ളവർക്ക് മഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ അപ്പം അത് പഴുത്തു പൊട്ടും. അത് നമ്മുടെ ഹൈ റേഞ്ച് ഏരിയ, അതുപോലെ കൂടുതൽ തണുപ്പ് കാലാവസ്ഥയിലും തണുപ്പുള്ള രാജ്യങ്ങളിലും ഈ ഒരു ഡിസീസ് കൂടുതലായിട്ട് ഇതിൻ്റെ അതിക്രമങ്ങൾ, അതായത് അതിസരണങ്ങൾ, അതിപ്രസരങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മഞ്ഞ് വരുന്നതിന് മുമ്പ് തൊലിനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് അത് അധികം ഇതാവാതെ ഡ്രൈ ആവാതെ എണ്ണയൊക്കെ തേച്ച്, പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ അപഥ്യങ്ങളായിട്ടുള്ള ആഹാരങ്ങളൊക്കെ വർജിച്ച്, എരിവ്, പുളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പുളിയുള്ള ആഹാരങ്ങൾ, ഈ തക്കാളി അങ്ങനെയൊക്കെ ഉള്ളത്, പാലുൽപ്പന്നങ്ങൾ, ഈ ചോക്ലേറ്റുകളൊക്കെ ഇതിന് വിരോധമാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അതൊക്കെ പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ മണ്ണിൽ കളിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മണ്ണിൽ കളിക്കുന്ന കുട്ടികൾ, മണ്ണിൽ കളിക്കുന്നത് കളിക്കരുത് ഞാൻ പറഞ്ഞെങ്കിലും അത് പ്രതിരോധശേഷി കൂട്ടുമെന്നുള്ളൊരു വാദമൊക്കെ ഉണ്ട്, അത് ശരി. പക്ഷെ മണ്ണിൽ കളിക്കുന്ന കുട്ടികൾ മണ്ണിൽ കളിച്ച് വരുമ്പോൾ അതിനെ ക്ലീനാക്കി ഈ നഖത്തിൻ്റെ ഇടയിലുമൊക്കെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ അഴുക്കുകളൊക്കെ നീറ്റായിട്ട് കളഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കഴിയുന്നതും മണ്ണിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ, വെയിലത്ത് മണ്ണ് അധികം ഉള്ളിടത്തും ഈർപ്പം അതുള്ള സ്ഥലത്തും കുട്ടികളെ കളിക്കാൻ വിടാതിരിക്കുന്നതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. പിന്നെ നമ്മൾ ഇപ്പോൾ എല്ലാത്തിനെയും കുറിച്ചിട്ടൊരു ബ്രീഫായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ എക്സിമ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികൾക്കാണ് കാണുന്നതെന്ന് പറഞ്ഞു, ഉടനെ തന്നെ നിങ്ങൾ സത്വരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളിലേക്ക് കുട്ടികളെ വിധേയപ്പെടുത്തണം. അത് ഒറ്റമൂലിയൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും നല്ലൊരു ഫിസിഷ്യൻ്റെ അടുത്ത് കാണിച്ച് കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അല്ലാതെ നമ്മൾ സെൽഫായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് പഴുത്ത് പൊട്ടി ഇൻഫെക്ഷനിലേക്ക് കടക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാം. താങ്ക് യു. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.